മലയോര മേഖലയിൽ മഴ ശക്തമാണ്. നെല്ലിയാമ്പതിയിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചെറുനെല്ലി വാച്ച് ടവറിന് സമീപമാണ് മരം വീണത്. കാവശ്ശേരി ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുന്നു. ഇന്നലെയാണ് കാവശ്ശേരി എരക്കുളം സ്വദേശി പ്രണവ് പുഴയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി മലമ്പുഴ ഡാമിലെ ഷട്ടറുകൾ നാളെ ഉയർത്തും. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, പാലക്കാട്ടെ അവസ്ഥ എന്താണ്? മഴയുണ്ടോ? മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ്? ആളുകൾ ജാഗ്രത പുലർത്തുന്നുണ്ടോ? മറ്റൊന്ന്, ഈ കാണാതായ വിദ്യാർത്ഥിയുടെ അന്വേഷണം അതെങ്ങനെ നടക്കുന്നു? രോഷ്നി, പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും മലയോര മേഖലയിലാണ് മഴ ശക്തി ആർജിച്ചിരിക്കുന്നത്. നെല്ലിയാമ്പതിയിലാണ് ഈ കനത്ത മഴയിൽ ഈ മരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ചെറുനെല്ലി വാച്ച് ടവറിന് സമീപമുള്ള റോഡിലേക്കാണ് ഒരു കൂറ്റൻ മരം പൊട്ടി വീണത്. ഇതിനെ തുടർന്ന് തന്നെ പിന്നീട് KSRTC സർവീസുകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ബസ് സർവീസുകളും എല്ലാം നിലയ്ക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. മണിക്കൂറുകളോളം എടുത്താണ് ഈ മരം മുറിച്ചു മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെയാണ് കാവശ്ശേരി ഗായത്രി പുഴയിൽ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടത്. ആ വിദ്യാർത്ഥിയെ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലോടുകൂടി തിരച്ചിൽ പുനരാരംഭിച്ചതാണ്. സ്കൂബ ടീം ഉൾപ്പെടെ എത്തിയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. പക്ഷേ ഇതുവരെയും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാവശ്ശേരി എരക്കുളം സ്വദേശിയായിട്ടുള്ള പ്രണവ് SM കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് ഒരു ആശങ്കയായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മലമ്പുഴ ഡാമുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ നാളെ ഉയർത്തേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിരിക്കുന്നത്. ഈ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ ക്രമാതീതമായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ ഉയർത്തേണ്ടി വരും എന്നൊരു കാര്യം അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൽപ്പാത്തി പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ നാളെ മുതൽ കനത്ത ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ പുഴകളിലേക്ക് ഇറങ്ങുന്നതിനെല്ലാം ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആളുകൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം അല്ലെങ്കിൽ ആ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ പുഴകളിലേക്കും ജലാശയങ്ങളിലേക്കും ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചുള്ള വിവരങ്ങൾ. രോഷിനി, ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ അല്ലേ? മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകളാണ് ഇപ്പോൾ നാളെ തുറക്കാൻ പോകുന്നത്. അപ്പോൾ കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലേ ജാഗ്രതാ നിർദ്ദേശമൊക്കെ? തീർച്ചയായും നാളെയാണ് ഈ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുക. പക്ഷേ ഇന്ന് തന്നെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ഡാമിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ നൽകുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നാൽ, അതായത് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയാൽ കൽപ്പാത്തി പുഴയിലെ ജലനിരപ്പ് പെട്ടെന്ന് തന്നെ ഉയരും. മാത്രമല്ല ഭാരതപ്പുഴയുടെ ജലനിരപ്പും അത് ഉയരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചുള്ളത്. യാതൊരു കാരണവശാലും നാളെ പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു വിവരങ്ങളും നൽകുന്നുണ്ട്. കൽപ്പാത്തി പുഴയ്ക്ക് സമീപത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പുഴക്കരകളിലായി അവരെല്ലാം ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ മീൻ പിടിക്കാൻ തന്നെ ആരും തന്നെ ഈ പുഴയിലേക്കോ അതുപോലെ തന്നെ ചെക്ക് ഡാമുകളിലേക്കോ ഇറങ്ങരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുകയാണ്.